ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രി. സോ ഈ ഒരു ചാപ്റ്ററിൽ കീം 2025 എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, എങ്ങനെ നെയിമിങ് ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ടെട്രാ വാലൻസി ഓഫ് കാർബൺ. കാർബണിന് 4 കോവലൻറ്റ് ബോൺസ് ഉണ്ട്. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഈ 4 ഇലക്ട്രോൺസ് വെച്ചിട്ട് കോവലൻറ്റ് ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ ബോണ്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു എക്സാമ്പിളാണ് മീഥെയ്ൻ. സോ കാർബണിൻ്റെ ചുറ്റും ഓരോരോ സ്ഥലത്ത് ഹൈഡ്രജൻ വരുമ്പോഴാണ് മീഥെയ്ൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കാർബൺ ആണെങ്കിലാണ് മീഥെയ്ൻ, 2 കാർബൺ ആണെങ്കിൽ ഈഥെയ്ൻ, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ, പെൻറ്റെയ്ൻ, ഹെക്സെയ്ൻ, ഹെപ്റ്റെയ്ൻ, ഒക്ടെയ്ൻ, നൾനെയ്ൻ, ഡെക്കെയ്ൻ, അങ്ങനത്തെ നെയിമിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ ഇൻ കാർബൺ. കാർബൺ എങ്ങനെയാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആംഗിളൊക്കെ വെച്ചിട്ട് കാർബണ് ഹൈബ്രിഡൈസേഷനും ജിയോമെട്രിയും ഉണ്ട്. ഇപ്പോൾ കാർബണിൻ്റെ ഇപ്പം എക്സാമ്പിൾ പറയാം, മീഥെയ്ൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും മീഥെയ്ൻ നിൽക്കുക. കാരണം ഇവർ മാക്സിമം റിപ്പൽഷൻ ഉണ്ടായിരിക്കും. കാരണം ഇവർ അടുത്ത് വന്നാൽ റിപ്പൽ ചെയ്യും. അപ്പോൾ അവർ എന്തായിരിക്കും, മാക്സിമം ദൂരത്തോട്ടായിരിക്കും ബാക്കിയുള്ളവരായിട്ട് ശല്യം ചെയ്യാണ്ട് മാറി നിൽക്കും. അങ്ങനെ ഇവർ ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണ് 109.5 ഡിഗ്രി. അപ്പോൾ ഉണ്ടാകുന്ന ഷേപ്പാണ് ടെട്രാഹെഡ്രൽ. ഹൈബ്രിഡൈസേഷനാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി ഈ എത്തീൻ എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. കാരണം അവർ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും, പക്ഷേങ്കിൽ അവർക്ക് അധികം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പൾഷനും കൂടെ വരും. അപ്പോൾ അവിടെ അവരുണ്ടാക്കുന്നത് ട്രൈഗണൽ ഷേപ്പാണ്. 120 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇനി എത്തൈൻ എന്ന് പറയുമ്പോൾ 3 ബോണ്ട് ഉണ്ട്. അതായത് ഒരു ഡബിൾ സിംഗിൾ സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് നമുക്ക് 180 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് ലീനിയർ ആയിരിക്കും. 180 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, അപ്പോൾ ലീനിയറിന് sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു ഇത് പറഞ്ഞാൽ സിഗ്മ ബോണ്ട് 3 ഉണ്ടെങ്കിൽ നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഇനി സിഗ്മ ബോണ്ട് 2 ഉണ്ടെങ്കിൽ അത് sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇനി പൈ ബോണ്ട് ഒറ്റൊന്നുണ്ടെങ്കിൽ sp2യും, 2 ഉണ്ടെങ്കിൽ sp ഹൈബ്രിഡൈസേഷനും ആയിരിക്കും. അടുത്തതാണ് IUPAC നോമൻക്ലേച്ചർ റൂൾസ്. സോ ഇനി നെയിം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നെയിം ചെയ്യേണ്ടത് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ദ ലോങ്ങസ്റ്റ് കാർബൺ ഷെയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കാർബൺ, 2 കാർബൺ ഇങ്ങോട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് നോക്കണം. ഇപ്പോൾ 1 2 പിന്നെ ഇങ്ങോട്ട് വന്നാൽ 3 1 2 ഇവിടെ ഒരു കാർബൺ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, 1 2 3 4 ഉണ്ട്. 1 2 3 4 5. അപ്പോൾ ഇതിലേതാ വലുതാണ് നമ്മൾ പാരൻറ്റ് ചെയിനായിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് വലുത്, അപ്പോൾ ഇതാണ് പാരൻറ്റ് ചെയിൻ. അപ്പോൾ നമുക്ക് 1 2 3 4 5 ഇങ്ങനെ നെയിം കൊടുക്കാം. ഇനി ഇത് 3യിൽ വേറൊരു കാർബൺ ഉണ്ട്. ഇപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 3 മീഥൈൽ പെൻറ്റെയ്ൻ എന്ന് പറയാം. ഇനി നമ്പർ ദ ചെയിൻ ടു ഗീവ് ദ ലോവസ്റ്റ് ലോക്കൺ ടു ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോവസ്റ്റ് നമ്പർ ആർക്ക് കൊടുക്കണം? ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ചെയിന് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇതിന് നമ്മൾക്ക് 1 ഇടാൻ പറ്റില്ല, കാരണം ഓൾറെഡി മുന്നിലൊരു കാർബൺ ഉണ്ട്. അപ്പോൾ അതിന് തന്നെ കൊടുക്കണം 1 2 3 4 5. അപ്പോൾ ഇതെന്താ നെയിം ചെയ്യാമെന്നറിയോ? 3 മീഥൈൽ ബ്രോമോ 2 ബ്രോമോ 3 മീഥൈൽ പെൻറ്റെയ്ൻ എന്നാണ് പറയുക. കാരണം എപ്പോഴും ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും നെയിം വരേണ്ടത്. നെയിം ദ സബ്സ്റ്റിറ്റ്യൂവൻസ് പ്രിഫിക്സ് ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് സഫിക്സ്. സബ്സ്റ്റിറ്റ്യൂറ്റിന് പ്രിഫിക്സ് ആയിട്ടും ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രിഫിക്സ് ആയിട്ടും പറയണം. ഇനി ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ വരുത്തിയത് ഇവിടെ നോക്കിയൊരു എക്സാമ്പിൾ ആസിഡ് വന്നിട്ടുണ്ട്. ആസിഡിനായിരിക്കണം അപ്പം നമ്മൾ ഇത് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് 1 ഇട്ടു, 2 ഇട്ടു, 3 ഇട്ടു, 4 ഇട്ടു.
അപ്പോൾ ഇതിന് ശരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ള നെയിം തെറ്റാണ്. ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് 3 ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന്. ഇത് 2 ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ്. പക്ഷെ അതല്ല, ഇവിടെ നിന്ന് തന്നെയാണ് നെയിമിങ് തുടങ്ങുന്നത്. ഓക്കെ, അടുത്ത ഐസോമറിസമാണ്. 2 ടൈപ്പ് ഐസോമറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. സോ ടൈപ്പ് ആദ്യം തന്നെ സ്ട്രക്ചറൽ നമുക്ക് ചെയിൻ ഐസോമറിസം എന്ന് പറയാം. ഡിഫറെൻറ്റ് കാർബൺ സ്കെലറ്റൺ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്യൂട്ടൈനെ തന്നെ 1 2 3 4 ഇത് ബ്യൂട്ടൈനാണ്. ഇത് ഐസോബ്യൂട്ടൈനാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി പൊസിഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 1 പ്രൊപ്പനോൾ എന്ന് എഴുതാം, 2 പ്രൊപ്പനോൾ എന്നാണ്. അതായത് ഫിനോളിൻ്റെ സ്ഥലം മാറിയാൽ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. ഇനി ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച്. ഇപ്പോൾ എത്തനോൾ ആണെങ്കിൽ OH ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എത്തനോൾ എഴുതാം 1 2 2 കാർബണാണ്. ഇനി CH3 CH2 OH ഇത് എത്തനോളാണ്. ഇനി ഡൈമീഥൈൽ ഈതർ എന്ന് പറഞ്ഞാൽ CH3OCH3 ഇതാണ് ഈതർ. ഈ ഫോമിലായിരിക്കും ഇത്. സംഭവം രണ്ടിൻ്റെയും കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ സെയിം ആണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വേരി ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇത് മാറിയത്, സ്ട്രക്ചർ മാറിയത്. ഇനി സ്റ്റീരിയോ ഐസോമറിസം. സ്റ്റീരിയോ ഐസോമറിസം 2 എണ്ണം ഉണ്ട്. ജിയോമെട്രിക്, അതായത് സിസ്ട്രാൻസ് ഐസോമറിസം ഉണ്ട്, ഓപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ജിയോമെട്രിക്കിൽ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആയിരിക്കും. ഇപ്പോൾ സിസ് 2 ബ്യൂട്ടീനും ഉണ്ട്, ട്രാൻസ് 2 ബ്യൂട്ടീനും ഉണ്ട്. ഇനി ഒപ്റ്റിക്കൽ നമുക്ക് കൈറാലിറ്റി വെച്ചിട്ടാണ് നോക്കുക. ലാക്റ്റിക് ആസിഡ് ഇനാൻഷോമറാണ് അതിൽ കൂടുതലും നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ കുറച്ചും കൂടി ഹൈ ലെവലായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ്സും അവരുടെ ഫോമുലാസുമാണ്. ആൽക്കഹോൾ ഓൾ എന്നാണ് പറയാം, ROH. എക്സാമ്പിൾ എത്തനോൾ. ആൽഡിഹൈഡ് RCHO ആണ്, എത്തനാൾ. ഓക്കെ, കീറ്റോണ് ഓൺ, RCOR- ആയിരിക്കും, പ്രപ്പനോണാണ് ഒരു എക്സാമ്പിൾ. കാർബോക്സിലിക് ആസിഡ് ഓയിക് ആസിഡാണ്, RCOH എത്തനോയിക് ആസിഡ്. ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസൈൻ്റെ കൂടെ OH വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആറിന് പകരം ബെൻസീൻ വന്നാൽ അവിടെ നമുക്ക് പറയുന്നതാണ് ഫീനോൾ. ഓക്കെ, പിന്നെ നൈട്രൽ ഗ്രൂപ്പ് വരുന്നതുണ്ട്, അവിടെ NO2 ആണെങ്കിൽ നൈട്രൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി കീ റിയാക്ഷൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പോൾ RH ഒരു ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു ഹാലജൻ കയറുകയാണെങ്കിൽ RXഉം HXഉം, അതായത് ഒന്നിന് നമ്മൾ മാറ്റുന്ന അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മീഥേൻ പ്ലസ് ക്ലോറിൻ റിയാക്ട് ചെയ്താൽ CH3Cl പ്ലസ് HCl കിട്ടും. സോ നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. അഡിഷൻ എന്ന് പറയുമ്പം ഒരാളെ കൂടും ഈ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇത് ഡബിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ടിലോട്ട് ഒരു റിയാക്ഷൻ നടന്നത് അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ എത്തീനെ നമ്മൾ ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അതായത് 2 ബ്രോമിൻ വരും, 1 2 ബ്രോമോ എത്തീൻ എന്ന് ഈഥീൻ എന്ന് വരും, 1 2 ബ്രോമോ ഈഥീൻ, അല്ലെങ്കിൽ ഡൈ ബ്രോമോ ഈഥീൻ എന്ന് വരും. ഇനി എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ പുറത്താക്കുകയാണ്. RCH2CH2X ഹാലോജനാണ്. ഹാലോജനെ നമ്മൾ തട്ടുമ്പം അവിടുന്ന് HX പുറത്തായി. അങ്ങനെ ആകുമ്പോൾ അത് ഡീഹൈഡ്രേഷൻ കാരണമാണെങ്കിൽ അവിടെ അതാണ് എലിമിനേഷൻ. ഒരാളെ നമ്മൾ പുറത്താക്കി, ഹാലോജനെ നമ്മൾ പുറത്താക്കിയതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു എത്തനോളാണ്. എത്തനോളിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ ചൂടാക്കി വെള്ളം പുറത്താക്കിയപ്പോൾ നമുക്ക് വാട്ടർ പുറത്താക്കിയപ്പോൾ നമുക്ക് എത്തീന് കിട്ടി, അതാണ് എലിമിനേഷൻ. ഓക്കെ, ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം.
IUPAC നെയിം ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോങ്ങസ്റ്റ് ചെയിൻ നോക്കണം. അതിൻ്റെ മുന്നേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. OH ഉണ്ട്. OH ഉള്ളതുകൊണ്ട് തന്നെ ആ കാർബൺ ആയിരിക്കും 1 ഇടേണ്ടത്. പിന്നെ ലോങ്ങസ്റ്റ് ചെയിനാണ് 2, 3, 4. അപ്പോൾ എന്ത് കിട്ടും? 2 മീഥൈൽ ബ്യൂട്ടനോൾ എന്ന് കിട്ടും. 2 മീഥൈൽ ബ്യൂട്ടനോൾ. 1 വേണ്ട, 3 മീഥൈൽ ബ്യൂട്ടനോൾ എന്ന് മതി. ഓക്കെ. അടുത്തത് ഹൗ മെനി സ്ട്രക്ചറൽ ഐസോമറിസം എക്സിസ്റ്റ് ഇൻ C4H10. അതിൽ ഐസോമേഴ്സ് ബ്യൂട്ടൈനും ഉണ്ട്, ഐസോബ്യൂട്ടൈനും ഉണ്ട്. അപ്പോൾ 2. ഇനി ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ C2H2. C2H2 എത്തൈനിൽ, എത്തൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. ഓക്കെ. ഇനി ഇതൊരു ക്വിക്ക് റെഫറൻസ് ടേബിളാണ്. കാർബണിൻ്റെ ടെട്രാവാലൻസി 4 ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ആണ് 4 സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കും. IUPAC നെയിം പാരൻറ്റ് ചെയിന് പ്ലസ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് പ്ലസ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക, പിന്നെ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാ നോക്കുക, എന്നിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ ഇടുമ്പോൾ കൊടുക്കുക, എന്നിട്ട് നെയിം ചെയ്യുക. പിന്നെ ഐസോമറിസം സെയിം ഫോർമുല പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അടുത്ത സ്റ്റഡി ടിപ്സാണ്. ആദ്യം പറയാനുള്ള തന്നെ പ്രാക്ടീസ് നെയിമിങ്. അതായത് ഓരോ ദിവസം നിങ്ങൾ ഡെയിലി 5 or 6 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 കോമ്പൗണ്ട്സിനെങ്കിലും നെയിം ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നെയിം ചെയ്ത് പഠിക്കാം. പിന്നെ സ്ട്രക്ചേഴ്സ് വരച്ച് പഠിക്കുക, ഐസോമേഴ്സ് കണ്ടുപിടിക്കാൻ ഡ്രോ സ്ട്രക്ചേഴ്സ്. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെ വരും, അത് ഏതൊക്കെയാണെന്ന് വൃത്തിക്ക് പഠിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നെയിമിംഗ് ആണ്. IUPAC നെയിമിങ്ങിലാണ്. പിന്നെ ഹൈബ്രിഡൈസേഷനിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. വർക്ക് ഹാർഡ്. IUPAC നെയിമിങ് വൃത്തിക്ക് പഠിക്കണം. കാരണം അത് പഠിക്കാണ്ട് ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് ഇതാവില്ല. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.